ക്രഷ് രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ശരീരമൊന്നാകെ വിറക്കുന്നുണ്ട്. വൈര്യം തന്നെ പ്രപ്പോസ് ചെയ്യുന്ന സീനാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ബോധം കെട്ട് വീണാൽ കൊള്ളാമെന്ന് തോന്നിയ ഏകക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ എത്ര സമയം അങ്ങനെ നിന്നെന്ന് അവൾക്ക് അറിയില്ല. പിന്നീട് അവൾ അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി. അവളുടെ മനസ്സിൽ പിന്നെയും സംശയങ്ങൾ നിഴലിച്ചു. തന്നെയാണോ അതോ മെസ്സേജ് അയച്ച പെൺകുട്ടിയാണോ വൈര്യൻ പ്രണയിക്കുന്നത്? കാരണം മെസ്സേജ് അയച്ച പെൺകുട്ടിക്ക് തന്റെ മുഖം കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ മറ്റൊരാൾ അവകാശവാദവുമായി വന്നാൽ വൈര്യം തന്നെ മറന്ന് അവൾക്ക് പിറകെ പോകുമോ? ആ ചോദ്യം ഏകയുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. ഒപ്പം അഞ്ജലിയുടെ മുഖവും. വൈര്യൻ സർ, ആ പെൺകുട്ടി ഞാനല്ല. അപ്പോൾ വന്ന ബുദ്ധിയിൽ അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞു. വാട്ട്? പെട്ടെന്ന് അവളിൽ നിന്ന് കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ അവൻ രണ്ടടി പുറകിലേക്ക് മാറി. അതെ, സത്യ. അവളെൻ്റെ ഒരു ഫ്രണ്ടാ, കൃതിക. കൃതികയിൽ നിന്നാ ക്രഷ് എന്ന അക്കൗണ്ട് ഉണ്ടായത്. നോ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. യു ആർ ലൈയിങ്. ഞാനിതിന് കള്ളം പറയണം? ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങളെപ്പോലെ ഒരു ആൻസം ഹീറോ എൻ്റെ മുമ്പിൽ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കള്ളം പറഞ്ഞ് നിങ്ങളുടെ ലവറായിക്കൂടെ, നിങ്ങളുടെ കൂടെ ജീവിച്ചുകൂടെ? പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. കാരണം അവൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു ആക്ടറോടുള്ള ആരാധന, അത്രയേ ഉള്ളൂ. വായിൽ വന്ന് അവളങ്ങ് വിളിച്ചു പോയി. ആരായി കൃതിക? ആർക്കറിയാം. പിന്നെ നീ എങ്ങനെ ഇവിടെ വന്ന്? നീ എങ്ങനെ ആ ഗുണ്ടകളുടെ പിടിയിലായത്? അത് പിന്നെ ഞാൻ അവൾക്ക് കൂട്ടുവന്ന സത്യം. അവളാണ് തെറ്റിദ്ധരിച്ച് എന്നെ പിടിച്ചോണ്ട് പോയത് അവര്. അതാ സത്യം. വൈര്യൻ ഏകയുടെ തോൾ കൈവച്ചുകൊണ്ട് ആളുടെ മുഖത്തേക്ക് മുഖം കുനിച്ചു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരാകുലത പ്രകടമായി. മിഴികളാകെ ചുമന്ന് കലങ്ങി. പറ, നിന്നെ അവന്മാർ എന്തെങ്കിലും ചെയ്തോ? പറയുക. കൃതിക എന്ന പെണ്ണിനേക്കാൾ അവനിപ്പോൾ ആകുലതപ്പെടുന്നത് തന്നെ ഓർത്താണെന്ന് മനസ്സിലായതും അവളുടെ നെഞ്ചിൽ ഒരിക്കൽ കൂടി പ്രണയം നിറഞ്ഞു. ഒപ്പം വല്ലാത്തൊരു നീറ്റിലും. പറ പ്ലീസ്, എന്താ നടന്നത്? പ്ലീസ് ഏക, ഐ ഹാവ് നെവർ ബെഗ്ഡ് എനിവൺ ലൈക്ക് ദിസ് ബിഫോർ. ഇല്ല, ഞാനിതിന് പറയണം. എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ? മിസ്റ്റർ വൈര്യൻ, കൃതിക മാരീഡാണ്. അവൾ മറ്റൊരാളിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു. എനിക്കൊരാളെ ഇഷ്ടമാണ്. അതും കുട്ടിക്കാലം മുതലുള്ള എൻ്റെ പ്രണയം. അതെൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയുകയും ചെയ്യാം. പിന്നെ എൻ്റെ നെഞ്ചിലെ ടാറ്റു. അപ്പോൾ പോലും വൈര്യൻ്റെ മുഖത്തെ പ്രതീക്ഷയാണ്. നിങ്ങളെ പണ്ടൊരിക്കൽ ഞാൻ ആരാധിച്ചിരുന്നു. അങ്ങനെയെങ്കിലും അവൾ പറഞ്ഞിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. അതും മാറിപ്പോയതാ. അവളുടെ നെഞ്ചിൽ ചെയ്യേണ്ടിയിരുന്ന ടാറ്റു ഫോട്ടോ മാറി എൻ്റെ ദേഹത്ത് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ഒരുപാട് പെൺകുട്ടികളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ടാറ്റു ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്യും. സോ പ്ലീസ് എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ദാറ്റ്സ് ഇറ്റ്. പ്ലീസ് ലീവ്. വൈര്യന് അതൊരു ഷോക്കായിരുന്നു. അവൻ്റെ ഹൃദയം ആഴത്തിൽ തന്നെ മുറിവേറ്റു. ഒരക്ഷരം അവൻ മിണ്ടിയില്ല. കണ്ണുകൾ മുറുക്കി അടച്ചൊന്ന് തുറന്നു അവൻ. ശേഷം വേഗത്തിൽ പിന്തിരിഞ്ഞടന്ന് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഡേവിഡ് അപ്പോഴും ക്ഷമയോടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അന്തം വിട്ട് ഋതുവും ആതിരയും വരണം. വൈര്യൻ കാറിൽ കയറുമ്പോഴും ഏകയെ ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി. ആൾ വരുണിന്റെ ബാഗിനുള്ളിൽ നിന്നും ആളുടെ കുഞ്ഞു ബാഗും ഫോണും എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ താടിക്ക് കൈയും കൊടുത്ത് ബെഡിൽ പകച്ച് പണ്ടാരമടങ്ങിയിരിക്കുകയാണ് ഋതുവും ആതിരയും. ചുമരിൽ ചാരിന്ന് എന്തോ വലിയ ചിന്തയിലാണ് വരുൺ. ഏക ഒരു കൂസലും കൂടാതെ കട്ടിലിന്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു. ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി അത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ അവൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. നെഞ്ചു തുളച്ച് ഹൃദയത്തിനുള്ളിൽ കയറിയിരുന്ന് ആരോ ഇക്കിളിയിടുന്ന പോലൊരു തോന്നൽ. അത്രമേൽ സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ വെറുതെ ഇരുന്നാലും ചിരി വരുന്ന പോലെ. എന്റെ അഭിപ്രായത്തിൽ ഇവള് ചെയ്ത് തെമ്മാടത്തിന് തന്നെയാ. ഒരു തുടക്കം എന്നോണം വരുൺ പതിയെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ മൂന്നിന്റെയും കണ്ണുകൾ വരുണിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വൈര്യനെ പോലെ ഒരുത്തിനെ ഇവിടെ മുന്നിൽ വന്നിന്ന് പ്രപ്പോസ് ചെയ്തിട്ട് അവനെ വെറും ഊശിയാക്കി വിട്ടേക്കുന്ന അവള്. സാധാരണ ക്രൗഡിലൊന്നും ഇതുപോലെ പോയി നിൽക്കാറില്ല അവൻ, അറിയോ? എന്നിട്ട് ഇവൾക്ക് വേണ്ടി ലോക്കൽ ഏരിയയിൽ ഒരു മാസ്ക് പോലും ധരിക്കാതെ വരണമെങ്കിൽ ഇവൾക്കാവും മറ്റൊന്നിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുന്നതെന്നല്ല അതിനർത്ഥം. വരുൺ പറഞ്ഞുകൊണ്ട് മൂന്നുപേരെയും നോക്കി. ഋതു വരുണിനെ ശരിവെക്കും പോലെയും തലയാട്ടി ഇരിപ്പാണ്. പക്ഷേ ആതിരപ്പോഴും എന്തോ കുനിഷ്ഠ ചിന്തയിലാണ്. എന്താ, ഗുണ്ടികൾക്കൊന്നും പറയാനില്ലേ? അരുൺ ചുമരിൽ നിന്നൊന്ന് ഇവർ നിന്നുകൊണ്ട് ഇടുപ്പിൽ കൈയൂത്തി എല്ലാവരോടുമായി ചോദിച്ചു. ആതിരിക്കെന്തോ അവന്റെ സംസാരം അത്രക്കങ്ങ് പിടിച്ചില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല വരുൺ. അയാൾ മാസ്ക് വെക്കുന്നു വെക്കാത്തൊക്കെ അയാളുടെ ഇഷ്ടം. അതുകൊണ്ട് അയാൾ പറയുന്നതിനൊക്കെ ഇവിടെ തുടർന്നാണ് നീ പറയുന്നത്. നിനക്കറിയില്ല അയാളെ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ട ദിവസം എന്താ ഉണ്ടായതെന്ന്? ഋതു പറഞ്ഞിട്ടുണ്ടാവില്ലേ നിന്നോട്? ഇവളുടെ കൊരവളി കുത്തിപ്പിടിച്ച് ചുമലിൽ ചേർത്തെത്തിയ ആ സീൻ എന്റെ കണ്ണീന്ന് ഇപ്പോഴും മായുന്നില്ല. അത് മാത്രോ, പടക്കം പൊട്ടും പോലെ എത്ര അടിയാ ഇവൾ കിട്ടിയത്. എന്നിട്ട് ഇപ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് വന്ന് പ്രപ്പോസ് ചെയ്തേക്കുന്നു. അയാളോട് ആരെങ്കിലും പറഞ്ഞോ ലോക്കറിയിൽ മാസ്ക് പോലും ഇല്ലാതെ അവളെ കാണാൻ വരാൻ? എനിക്കൊന്നും അവൻ മറ്റൊന്നോ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ, അല്ലാതൊന്നുമല്ല. ആതിരക്ക് ഓരോന്നോർത്തിയിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഏകക്ക് വൈര്യനോട് ചെറുപ്പം മുതലേ ക്രഷ് ഉണ്ടെന്നല്ലാതെ 3 വർഷം മുമ്പുള്ള മെസ്സേജ് കഥയോ അതിനുശേഷമുണ്ടായ സംഭവങ്ങളൊന്നും ഏക ഇവരോട് പറഞ്ഞിട്ടില്ല.
അതങ്ങനെ പറഞ്ഞടക്കാനും പറ്റുന്ന ഒന്നല്ല. ഏകയുടെ മുഖത്ത് വിരിയുന്ന നാണവും പുഞ്ചിരിയുമെല്ലാം ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഋതു. എന്റെ ആതിരെ, നീ നശിച്ചവളെ നോക്കിയേ. ഇവളുടെ മുഖത്ത് ഈളി കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? അല്ലേ തന്നെ ആർക്കും ആദ്യം പ്രേമം തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓർക്കുമ്പോൾ ഇപ്പോഴും ഞെട്ടിൽ മാറുന്നില്ല. ഒരു സിനിമാ നടനോട് ക്രഷ് തോന്നുക, പിന്നെ അത് മുടിഞ്ഞ പ്രേമാവുക, ഒരു ദിവസം യാദൃച്ഛികമായിട്ട് അവനെ കാണാൻ ഇടയാവുക, അവനായിട്ട് തല്ലുകൂടുക, ഒരു സുപ്രഭാതത്തിൽ അവൻ വന്ന് പ്രപ്പോസ് ചെയ്യുക. ഓർത്തിട്ട് രോമാഞ്ചം വരുന്നു. ഇവളുടെ സ്ഥാനത്ത് ഞാൻ വലുതും ആയിരിക്കണം. ആതിരയേകയും അന്നേരം നോക്കിയത് വരുണിനെയാണ്. ഋതുവിനെ അങ്ങ് നോക്കി ദയിപ്പിക്കുകയാണ് കക്ഷി. വരുണിന്റെ മുഖം കണ്ടാൽ ഇപ്പോൾ തന്നെ ഋതുവിനെടുത്ത് ചുമരിലെറിയുമെന്ന് തോന്നും. പറ, ബാക്കി കൂടി പറയണി. എന്നാ നിന്നെ നാവറങ്ങിപ്പോയോ? എനിക്കൊരു ചുക്കൂല. നീ അവന്റെ കൂടെ വേണമെങ്കിൽ പൊക്കോ. പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്ന് ഹെൽമെറ്റും എടുത്ത് കാറ്റ് പോലെ വരുൺ മുറിവിട്ട് ഇറങ്ങി. എന്റെ പൊന്നെ, എടാ ഞാൻ ചുമ്മാ പറഞ്ഞ. അല്ലെങ്കിൽ വയലിന് എവിടെ കിടക്കുന്നു, എന്റെ ചക്കര എവിടെ കിടക്കുന്നു? പോവലേടാ, നിക്ക്. വരുണിന്റെ പുറകെ ഋതു ഇറങ്ങി ഓടി. ആതിരയ്ക്ക് പിടിക്കാത്ത എന്തോ കണ്ട ഭാവമാണ് മുഖത്ത്. രണ്ടിനെയും പുച്ഛിച്ചുകൊണ്ട് ആതിര വീണ്ടും ഏക്ക് നേരെ തിരിഞ്ഞു. നീ എന്ത് വിളിച്ചോണ്ടിരിക്കുന്നേ? നീ വീണ്ടും പഴയ പ്രേമം പൊടിയെട്ടിയെടുക്കാൻ പോവാണോ? എന്റെ ഏക, ഈ ഉമ്മാർ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. കണ്ടോ നിന്ന് നിൽപ്പിനൊരുത്തി ഇറങ്ങിപ്പോയത്? ഒരു തീപ്പൊരിയോളം മതി ഈ ആണുങ്ങൾക്ക് കാട്ടുതീ ഉണ്ടാക്കാൻ. അവസാനം ഋതു വാലും ചുറ്റി ഓടിയ പോലെ നീയും കിടന്നോടും. ഏക, അവരൊക്കെ വലിയ ആൾക്കാരാ. നീ അവന് ചിലപ്പോൾ ഒരു ടൈം പാസ് ആയിരിക്കും. ഓക്കെ, അത് ബോട്ടേന്ന് വെക്കാം. ഇനി അവൻ നിന്നോട് പകരം വിട്ടാൻ നോക്കുന്നതാണെങ്കിലോ? ഈ സിനിമാ നടന്മാരെല്ലാം ഡ്രസ്സ് മാറും പോലെയാ പെൺപിള്ളേരെ പ്രേമിച്ചിട്ട് അവസാനം വലിച്ചെറിയുന്നത്. പ്രേമം നടിച്ച് നിന്നെ കൊണ്ട് കറങ്ങി നടന്ന് അവസാനം അവൻ നിന്നെ ശാരീരികമായിട്ട് ഉപയോഗിക്കും. നോയിക്കോ. എന്നിട്ടെന്താ? മോളെ ആതിരെ, എൻ്റെ പേര് ഏകാവിശ്വനാഥനെന്നാ. എനിക്കറിയാം എന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. ആതിരയുടെ വാക്കുകൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയ ഏക. ഇന്ന് രാവിലെ കൂടി വൈകുന്ന അധ്യായം എന്നേക്കുമായിട്ട് ഞാൻ അടച്ചതാ. പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല ആതിരെ. വേണ്ടെന്ന് വെക്കുമ്പോഴൊക്കെ ആരോ പിടിച്ച് ഒട്ടിച്ചു വെക്കുക. മനസ്സിലായില്ല? ആതിരയ്ക്ക് അവൾ പറഞ്ഞ് മനസ്സിലാകുകയൊന്നുമില്ല. കേട്ടത് സത്യമാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കണം. വൈരിൻ എന്ന അധ്യായം ഞാൻ തുറക്കാൻ പോവുകയാണ് ആതിര. അങ്ങേരെ എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. ഓരോന്ന് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എന്തോ വൈരിൻ ജനിച്ചത് ഈ ഏകയ്ക്ക് വേണ്ടിയാണെന്നൊരു തോന്നൽ. പക്ഷേ പിടിച്ചോറിക്കാനും കെഞ്ചി നേടാനൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ചിലപ്പോൾ എൻ്റെ അഹങ്കാരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അല്ല, അഹങ്കാരമല്ല, അതിൻ്റെ ആത്മാഭിമാനമാണ്. എനിക്കങ്ങനെ കാണണം ആതിര. നാളെ വൈരി നാട്ടിൽ പോവുക. അതിനുമ്പ് എനിക്ക് അങ്ങനെയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയണം. ബാക്കിയൊക്കെ വൈരിൻ്റെ കയ്യിലാണ്. എന്നെ വൈരിനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു താലി കെട്ടി കൂടെ കൂട്ടട്ടെ. പറഞ്ഞു കഴിഞ്ഞതും ആൾ കട്ടിലേക്ക് അമിഴ്ന്നു. അപ്പോൾ നീ അവനായിട്ട് സെറ്റാവാൻ തീരുമാനിച്ചോ? അയാൾ നിന്നോട് ചെയ്തൊക്കെ? പറഞ്ഞു കഴിയും മുന്നേ ഒന്ന് നിവർന്നു വന്ന് ഏക കൈ ഉയർത്തി അവളെ തടഞ്ഞു. എന്ത് ചെയ്തെന്ന്? വൈരി മാത്രമല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി. ഞാനെന്താ മോശമായിരുന്നോ? ചിക്കൻ കറിയിൽ വരെ കുളിപ്പിച്ചിട്ടുണ്ട് ഞാൻ അങ്ങേരെ. പിടിച്ചള്ളി നിലത്തേക്കിട്ട് മുറിവേൽപ്പിച്ചു. എന്നിട്ടും ഞാൻ അങ്ങേരുടെ പിന്നാലെ തന്നെ നടന്ന് കണ്ടതല്ലേ. ഒന്ന് വിളിച്ചാൽ ഓടിപ്പാഞ്ഞു പോവുമായിരുന്നു ഞാൻ, എല്ലാം മറന്നുകൊണ്ട്. അതിൽ നിന്നും നിനക്കൊന്നും മനസ്സിലായില്ലേ? എനിക്ക് പറ്റില്ലടി, അത്രയ്ക്ക് ചങ്കിൽ തറഞ്ഞുപോയി. ഒരുപക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് അങ്ങനെ മറക്കാൻ ശ്രമിച്ചേനെ. പക്ഷെ ഇങ്ങനെ കൈവെള്ളയിൽ കിട്ടിയിട്ടും വിട്ടുകളാൻ എനിക്ക് കഴിയില്ല ആതിര. വലിയൊരു തെറ്റിദ്ധാരണ ഇന്ന് രാവിലെ ഉണ്ടായതാ. പക്ഷെ വൈകുന്നേരം തന്നെ അത് സോൾവ് ചെയ്തു. ഇപ്പം കൂടുതൽ ഇഷ്ടം തോന്നുന്നു എനിക്ക്. എൻ്റെ മുന്നിൽ വന്ന് കെഞ്ചിയപ്പോൾ അറിയില്ല, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നിയതാ. പക്ഷേ ഞാൻ അനുഭവിച്ച ടെൻഷൻ്റെ 1% പോലും അങ്ങേരെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞേ. ഇതെന്താ അത്രയ്ക്ക് ടെൻഷൻ? ഒരു നോട്ട്ബുക്കും ഡയറിയും കൊണ്ട് നടക്കുന്നതാണോ ഭയങ്കര ടെൻഷൻ? സിനിമാ നടന്മാരോട് ക്രഷ് തോന്നിയ ആദ്യത്തെ പെണ്ണൊന്നല്ലേ നീ? ഇതൊക്കെ സർവ്വസാധാരണ, അവിടെ ഒരു ടെൻഷൻ. ആതിര മുറുമുറുത്തോണ്ട് മുഖം വെട്ടിച്ചു. ക്രഷിനെ കാണാൻ രാത്രി വീട് വിട്ടിറങ്ങിയതും കണ്ടമാരെ കുടിപ്പിച്ച് കാറിൽ കയറ്റിയതും പിന്നീടുണ്ടായതൊന്നും വിശദീകരിക്കാൻ നിന്നില്ല ഏക. ആ ഓർമ്മകൾ പോലും അവളെ നൂലച്ചുകൊണ്ട് കടന്നുപോയി. ആതിര ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം തുടർന്നു. ശരി, എല്ലാം സമ്മതിച്ചു. ഏക, നിനക്ക് വേറെ ലവറുണ്ടെന്നല്ലേ നീ വൈരിനോട് പറഞ്ഞേക്കുന്നത്? പിന്നെ എങ്ങനെ ശരിയാവാനാ? ഇനി നീ എന്തു പറഞ്ഞാ അങ്ങനെ മാറ്റിയെടുക്കുക? അറിയില്ല, കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണേന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. ഞാൻ കള്ളം പറഞ്ഞാണെന്ന് അറിയുമ്പോൾ ആദ്യം കുറച്ച് മസിൽ പിടിക്കായിരിക്കും. പിടിക്കട്ടെ, സാരമില്ല. പക്ഷേ ആ മുതലിന് ഇനി ഏക വിട്ടുകളയില്ല. തുളുമ്പി വന്നൊരു ചിരിയോടെ പറയുമ്പോൾ ഏകയുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു കവിയുന്ന് ഒരു പിടപ്പോടെ നോക്കി കണ്ടു ആതിര. ആയിക്കോട്ടെ, അപ്പം ഐസ് ബാഗ് ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. 2 കവളിലും മാറി മാറി വെക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 2 ഞാൻ സെറ്റാക്കി വെക്കാം. കൂട്ടുകാരിയായി പോയില്ലേ? ആതിരയുടെ കളിയാക്കൽ കേട്ട് ഏക ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഏക, ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. അവനൊരു ടോക്സിക് പേഴ്സണാ. മാത്രമല്ല RV ഗ്രൂപ്പ്സിന്റെ ഫാമിലി എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഫാമിലിയാണ്. വൈദ്യൻ വെറൊരു സിനിമാ നടൻ മാത്രമല്ല, നമ്മളറിയാത്ത മറ്റൊരു ലൈഫ് കൂടി ഉണ്ട് അവന്. അന്ന് നീ കണ്ടതല്ലേ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായത്? എനിക്കെന്തോ ഒരു പേടി പോലെ.
വർമ്മ ഫാമിലി നിന്നെ പോലെ സാധാരണക്കാരി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. എൻ്റെ ആതിര ആ കുടുംബത്തിൽ എന്നെ പോലെ എഫിഷ്യൻ്റ് ആയ ഒരു ബോഡി ഗാർഡ് കൂടിയായാൽ എൻ്റെ കെട്ടിയനതൊരു ഹെൽപ്പാവും ഇല്ലേ? തന്റെ തമാശയായിട്ട് മുഖം വെറുപ്പിച്ച് ആതിര എഴുന്നേറ്റ് പോയി കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു ഏക. പിന്തിരിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടും പിടിച്ച വള്ളിയിൽ തന്നെ തൂങ്ങിക്കിടക്കുന്ന തന്റെ കൂട്ടുകാരിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ആതിരയുടെ മനസ്സിൽ ഒരു തരിയോളം അസൂയ കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമാണത്. രാത്രി ഏകക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. നേരം വെളുത്താലുടനെ വൈരിനെ കാണാൻ ഇറങ്ങിത്തിരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. എങ്ങനെ കാണുമെന്നുള്ളത് അവളുടെ മുന്നിൽ ഒരു സമസ്യ തന്നെയായിരുന്നു. അപ്പോഴാണ് രാവിലെ നടന്ന കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നത്. രാവിലെ പോയാൽ ജോഗിങ്ങിന് പോകുന്ന വൈരിനെ കാണാൻ സാധിക്കുന്ന കാര്യം ഓർമ്മ വന്നു. അവൾ മനസ്സിൽ ഓരോന്നും കണക്കുകൂട്ടി വെച്ചു. ഓ വന്നു, ഇന്ന് 4 കാലിൽ തന്നെയാണല്ലോ. നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? പ്രായപൂർത്തിയായ 2 പെൺപിള്ളേരുള്ള വീടായത്. നിങ്ങളുടെ മോളെ പോലെ അഴിഞ്ഞാടി നടക്കുന്നവരല്ല എൻ്റെ പെൺപിള്ളേര്. രാവിലെ തന്നെ ആശുപത്രിയിലേക്കൊന്ന് പറഞ്ഞ് പോയ നിങ്ങൾ ഈ പാതിരാത്രി വരെ കള്ളിച്ചാപ്പ് പോയി കിടക്കായിരുന്നോ? നാളെ കഞ്ഞിയൊക്കെ 1 മണി അരി വീട്ടിലില്ല. ആ ഉരുമ്പെട്ടോളും പൈസ അയക്കാന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അയച്ചിട്ടുമില്ല. നോക്കിക്കോ, എല്ലാത്തിനും ഒരുമിച്ച് നഞ്ച് കലക്കി തന്ന് ഞാനൊക്കെ ചാവും. പട്ടിണി എടുക്കുന്നതിന് ഭേദം അതാ. അഴിഞ്ഞു പോകുന്ന മുണ്ടിന്റെ അറ്റം പിടിച്ചെടുത്ത് വല്ലവിധേനെ ഇളയിൽ തിരികെക്കൊണ്ട് ആടിയാടി വാതിൽപ്പടിയിൽ വന്നിരിക്കുന്ന വിശ്വനാഥനെ നോക്കി രാധാമണി ദേഷ്യത്തിൽ വിളിച്ചു പോകുമ്പോൾ അയാളുടെ മുഖത്ത് ആറും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു തരം ചിരിയായിരുന്നു. ആ ചിരിയിലേക്ക് സംശയത്തോടെ ഉറ്റുനോക്കി രാധാമണിയുടെ ഒച്ച കേട്ടതും ഉറങ്ങാൻ കിടന്നവരും ഉറങ്ങിക്കിടന്നവരുമെല്ലാം മുറിക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചിരുന്നു. തന്റെ ഇടത് കക്ഷത്തിൽ നിന്ന കവർ കയ്യിലെടുത്ത് അതിൽ നിന്ന് കുറെ കടലാസുകൾ പുറത്തെടുത്ത് രാധാമണിക്ക് നേരെ വീശി എറിയുമ്പോൾ വിശ്വനാഥന്റെ കാല് നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. നോക്ക്, കണ്ണുറന്ന് നോക്കണേ. എന്റെ ആയുസിന്റെ കാലാവധി കഴിഞ്ഞിന്റെ തെളിവായി കിടക്കുന്നു. നിനക്കോ നിന്റെ പിള്ളേർക്കോ ഇനി ഞാനൊരു ഭാരാവില്ല. പോക്കോ, എവിടെയാന്ന് വെച്ചാ പൊക്കോ. പിന്നെ എന്റെ വിച്ചൂട്ടൻ, അവനെ എന്റെ പൊന്നുമോളും നോയിക്കോളും. അതിനുള്ള പ്രാപ്തിയൊക്കെ അവൾക്ക് വന്നേരും. ആ നേരം നീയും നിന്റെ പെൺമക്കളും എന്റെ മോൾക്കൊരു ബാധ്യതയാവരുത്. അവള് രക്ഷപ്പെട്ടു. എന്നത്തെയും പോലെയല്ല. വിശ്വനാഥൻ ഇന്ന് കള്ളു കുടിച്ചത് സന്തോഷം കൊണ്ടാ. എന്റെ മോളുടെ ജാതകത്തില് ഇനി അങ്ങോട്ട് രാജയോഗം. എന്നെ സ്നേഹിച്ചതിന്റെ പേരില് രാജിക്ക് കിട്ടാതെ പോയ രാജയോഗം. രാജിക്ക് പകരം എന്റെ കൊച്ചിനെ ഒരു പൊന്നു പോലെ നോക്കും. കുഴഞ്ഞതാവാൽ പറഞ്ഞു തുടങ്ങിയെന്തോ പൂർത്തിയാക്കാൻ കഴിയാതെ കുടിച്ച കളിന്റെ വീര്യം അയാളെ തളർത്തുമ്പോൾ വേച്ച് വീഴാൻ തുടങ്ങിയ വിശ്വനാഥനെ വിവേക് താങ്ങിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. എന്നിട്ടും കഴിയാതെ അയാൾ നിലത്തേക്ക് തന്നെ കിടന്നു. ചെക്ക, അങ്ങനെ അവിടെ കിടക്കട്ടെ, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. താങ്ങാൻ വന്നിരിക്കുന്നു. രാധാമണി ആക്രോശിക്കുമ്പോഴും വിവേക് നോക്കിയത് നിലത്തിടക്കുന്ന ഹോസ്പിറ്റൽ സീറ്റുകളിലേക്കും ലാബ് റിപ്പോർട്ടുകളിലേക്കുമാണ്. അവയെല്ലാം പെറുക്കിയെടുത്ത് കവറിനുള്ളിലേക്ക് വെക്കുന്നിടയിൽ വിവേകിന്റെ കണ്ണുകൾ ഒരു വേള അവയിലൂടെ പാഞ്ഞു. അയ്യോ അമ്മേ, അച്ഛക്ക് ലിവർ സിറോസിസ് ആണെന്ന്. എന്റെ സ്റ്റേജ് ഓഫ് ലിവർ ഡിസീസ് എന്നാ ഡോക്ടർ മെൻഷൻ ചെയ്തേക്കുന്നത്. അച്ഛേ എന്താ ഇത്? അച്ഛേ കണ്ണൂർക്ക് ഡോക്ടർ പറഞ്ഞെന്താന്ന് പറ അച്ഛേ. പാതി ബോധത്തിൽ മയങ്ങിക്കിടക്കുന്ന വിശ്വനാഥനെ കുലുക്കിയുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വിവേക്. അവന്റെ കണ്ണുകൾ ഇടതളവിലാതെ നിറഞ്ഞുകൊണ്ടിരുന്നു. വിദ്യയും ഐഷു ഇതെല്ലാം കണ്ടുകൊണ്ട് ചുമരും ചാരി നിന്നതേയുള്ളൂ. രാധാമണി നിലത്തേക്കിരുന്നു. വിശു, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇനി നേരം വെളുത്താൽ ഇങ്ങനെ ഉണരൂ. ചെല്ല്. മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരുതരം നിർവികാരതയായിരുന്നു രാധാമണിക്കപ്പോൾ. വിവേക് അറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ മുറിയിലേക്ക് ഓടി. അവന്റെ പുറകെ തന്നെ ഐഷുവും പോയി. വിദ്യ മാത്രം രാധാമണിയുടെ അരികിലായി വന്നിരുന്നു. ഇങ്ങേര് ഉടനെങ്ങാനും ചാവുമേ? വിദ്യ രാധാമണിയെ നോക്കി ചോദിക്കുമ്പോൾ അവരവളെയും തുറിച്ചു നോക്കി. ഒന്ന് പതിയെ പറയടി, ചാകുവാണെങ്കിൽ ചാവട്ടെ. നമുക്ക് അച്ഛനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? ചോദിക്കുമ്പോൾ വിദ്യയുടെ മുഖം പൂത്തിരി കത്തിച്ച പോലെ തിളങ്ങി. മണ്ടത്തരം പറയാതിരി അസത്തെ. ഇങ്ങേര് ചാവും മുമ്പ് ഈ തറവാട് സ്വത്തുക്കൾ എങ്ങനെയാ നമ്മുടെ വിച്ചുവിന്റെ പേരിൽ എഴുതി വാങ്ങണം. ഇപ്പോഴും വിച്ചു സ്വന്തം മോനാണെന്നാ ഇയാളുടെ വിചാരം. അതിനെന്നാ എന്നെ ഇയാൾ കൂടെ കിടത്തിയിട്ടുള്ളത്? എന്റെ 3 മക്കൾക്കും തന്തൊരുത്തം തന്നെയാ. ഇങ്ങേര് ചത്തിട്ട് വേണം എനിക്ക് എന്റെ പുരുഷേട്ടനെ ഈ വീട്ടിൽ കയറി താമസിപ്പിക്കാൻ. അത് ശരിയാ. അച്ഛനും നമ്മൾ ഈ വീട്ടില്. പക്ഷെ അമ്മയും നാട്ടുകാരും തീരുന്നു. നാട്ടുകാർക്ക് എന്താ കരുതാൻ പാടില്ലാത്ത? കുടിച്ച് എന്റെ ഭർത്താവ് ചത്ത് എനിക്ക് ആരോഗ്യമില്ലാണ്ടായപ്പോ പണ്ട് കളഞ്ഞിട്ട് പോയ എന്റെ കെട്ടിയവൻ അങ്ങേരുടെ മക്കളെ തേടി തിരികെ വന്നു. അത്ര തന്നെ. പക്ഷേ അങ്ങേര് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചു വന്നു. എനിക്ക് എന്റെ വിച്ചുവിനെ തന്നൊക്കെ ആർക്കറിയാം. ഈ വിശ്വനാഥൻ ഇങ്ങനെ പണ്ടേ ചാവേണ്ടതായിരുന്നു. ഓട്ടെ, സാരമില്ല. കുടിക്കാൻ കള്ളു വാങ്ങിക്കൊടുത്ത് ഇയാൾ ഈ അവസ്ഥയിലാക്കിയ നിന്റെ തന്ന പുരുഷോത്തമ തന്നെയാ. ശരിയാ. അപ്പൊ മറ്റോളോ, ആ ഏക? അമ്മയ്ക്കൊപ്പം ചേർന്ന് ഗൂഢമായും ചിരിച്ചുകൊണ്ട് വിദ്യ തന്നെ സംശയം ചോദിച്ചു.
എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിലായി ഇങ്ങേരും ചത്തു കഴിഞ്ഞാൽ അവളെ ആരെയും വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നു. അടിച്ചിറക്കി വിടും ഞാൻ അവള്. നടക്കുമോ അമ്മേ? അവള് കളരിയ. മർമ്മം നോക്കി രണ്ടെണ്ണം തന്നാലുണ്ടല്ലോ ജീവിതാവസാനം വരെ ഒരേ കിടപ്പിടക്കം എല്ലാവർക്കും. അമ്മ മുൻകൂട്ടി പരിഹാരം കാണട്ടെ എന്ന ചിന്തയിലാണ് വിദ്യ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത്. അവളെ ഇറക്കി വിടാനാണോ വഴിയില്ലാത്തത്? നന്ദ ചത്ത അവളെ എന്തായാലും കുറെ നാൾ ഈ വീട്ടിൽ തന്നെ കാണും. അന്നേരം പുരുഷേട്ടനും നിന്നെ മുറച്ചെറുക്കനും അരവിന്ദും ഈ വീട്ടിലേക്ക് പൊറുതിക്കെത്തും. നമ്മുടെയൊക്കെ ശല്യം സഹിക്കാൻ കഴിയാതെ അവള് തന്നെ വീട് വിട്ട് ഇറങ്ങിക്കോളും. നീ നോയിക്കോ. ഇറങ്ങി അവളെ ഇങ്ങോട്ട് പോവാം അമ്മേ. ഈ വീടും സ്വത്തും വിട്ടിട്ട് അവൾ പോകുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? കാര്യം വെച്ച് നമ്മുടെ ചോരയാണെങ്കിലും എല്ലാവരുടെയും കണ്ണിലാവും വിശ്വനാഥന്റെ മോനാ. അപ്പൊ അവനെ പോലെ അവകാശം ഏകക്കില്ലേ ഈ വീട്ടില്? വിദ്യ പറയുമ്പോൾ രാധാമണി ചിന്തയിലാണ്ടു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവരൊന്ന് ഞെട്ടി. ശേഷം ആളിലെ ഭിത്തിയിൽ മാറിയിട്ട് തൂക്കിയിരിക്കുന്ന രാജലക്ഷ്മി ഓർമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി. എടി, ഇങ്ങനെ കുറച്ചു മുമ്പ് എന്തോ പറയുന്നുണ്ടായിരുന്നു. എന്റെ രാജിക്ക് പകരെന്നോ മോൾക്ക് രാജയോഗം എന്നോ മറ്റോ. ഇനിയെങ്ങാനും ഇയാൾ ഈ രാജലക്ഷ്മിയുടെ കുടുംബക്കാരെ പോയി കാണുക മറ്റോ ചെയ്തോ? ചാവാറായി എന്നറിഞ്ഞാൽ അങ്ങ് വെറുതെ ചത്തുകളയുന്നവരെ നിലയിൽ കിടക്കുന്ന വിശ്വനാഥൻ ഇയാൾ ഇത്രയും വർഷം ജീവിച്ച പോലെ ആ ഏകപ്പെണ്ണിന് വേണ്ടിയാ. അപ്പം മരണം ഉറപ്പായി എന്നറിഞ്ഞാൽ ഇങ്ങനെ എന്തായാലും അവളെ സംരക്ഷിക്കാനുള്ള വഴി നോക്കും. അതിന് നമുക്ക് എന്താല്ലേ, അവൾ ആരുടെ കൂടെ വേണേലും പോട്ടെ. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായില്ലേ? അത് ശരി അമ്മേ. പക്ഷെ എന്തോ ഇവള് തെരുവിക്കണം തെണ്ടെന്ന് കാണാനൊരാഗ്രഹം. ആരായിരിക്കും അവളുടെ അമ്മ വീട്ടുകാർ? ചത്തുപോയ ഇവളുടെ അമ്മ ഏതോ കൊമ്പത്തെ കുടുംബാണെന്നല്ലേ പണ്ട് അമ്മ പറഞ്ഞ്. എന്നാ നമ്മൾ സൂക്ഷിക്കണം അമ്മേ. അങ്ങനെയാണെങ്കിൽ ഈ സ്വത്തുക്കൾ അടിച്ചെടുക്കുന്ന അത്ര എളുപ്പമല്ലാതെയാവും. അമ്മ വീട്ടുകാരുടെ ബലത്തിൽ അവൾ കൊണ്ടുപോയി കേസ് കൊടുത്താ പെൺകുട്ടി എന്ന പരിഗണനയിൽ ചിലപ്പോൾ തറവാട് അവൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യ പറഞ്ഞു. രാധാമണി താടിക്ക് കൈയും കൊടുത്ത് ചിന്തയിലാണ്ടു. അത് ശരിയാ മോളെ. എങ്കിലും ഇങ്ങനെ ആര്യാവും പോയി കണ്ടിട്ടുണ്ടാവുക. ഓർത്തുകൊണ്ട് രാധാമണി നിലത്തേടുന്നുറങ്ങുന്ന വിശ്വനാഥനും നോക്കി. പെട്ടെന്നാണ് അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപയും ഒരു കാർഡും അല്പം പുറത്തേക്ക് കാണുന്ന വിത്തിലിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇരിക്കുന്നിടത്തുനിന്ന് രാധാമണി മുട്ടുകാലിൽ ഇഴഞ്ഞ് അയാൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പോക്കറ്റിൽ കൈയിട്ട് പണവും കാർഡും പുറത്തെടുത്തു. കിട്ടിയ പണം ബ്ലൗസിനുള്ളിലേക്ക് തിരികിക്കൊണ്ട് കാർഡിലേക്ക് കണ്ണു ചുരുക്കി നോക്കിയവർ. ഇതൊന്ന് വായിച്ചേടി വിദ്യ, കണ്ണു പിടിക്കുന്നില്ല. വിദ്യക്ക് നേരെ നീട്ടിക്കൊണ്ട് രാധാമണി പറഞ്ഞു. അത് വാങ്ങി നോക്കിയ വിദ്യ പതിയെ ചിരിച്ചു. കണ്ണു പിടിച്ചാലും വായിക്കാൻ പറ്റില്ല, ഇത് ഇംഗ്ലീഷാ. നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഓ, പഠിപ്പിക്കാൻ വരുന്നില്ലേ? വായിച്ചേക്കാം. ഇതൊരു വിസിറ്റിംഗ് കാർഡാ. ഏതോ RV ഗ്രൂപ്പ്സിന്റെ രുദ്രദേവ് വർമ്മ മാൻഷൻ, കൊച്ചി. ഫോൺ നമ്പരും ഉണ്ട്. അപ്പോൾ രാധാമണിയുടെ മുഖം സംശയം കൊണ്ട് കനത്തന്നെ ഇരുന്നു. എടി, നീ ഈ കാർഡ് അച്ഛനെ അയച്ചു കൊടുക്ക്, എന്നിട്ടൊന്ന് അന്വേഷിക്കാൻ പറ. രാധാമണി പറഞ്ഞു. നിലത്തുനിന്ന് എഴുന്നേറ്റ വിദ്യ കാർഡുമായി മുറിയിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.